എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള 4th അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അപ്പോൾ നാളെ വൈകുന്നേരം 3 മണിക്കുള്ളിലായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും ഫീസും സഹിതം പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, പല വിദ്യാർത്ഥികളും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് അത് നിങ്ങൾ പ്രോബ്ലം ആകേണ്ട കാര്യമില്ല. കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതി. പിന്നീട് നിങ്ങൾ ആ ഒരു ഡോക്യുമെൻറ്റ്, അതായത് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി. കാരണം ചില ഹോസ്പിറ്റലുകളിൽ വാക്സിനേഷൻ ലഭ്യമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ പിന്നീട് ചെയ്താൽ, ആ ഒരു വാക്സിനേഷൻ ചെയ്താൽ മതി. ഈ ഒരു ഹെപ്പറ്റൈറ്റിസിനെതിരെയുള്ള വാക്സിനേഷൻ നിങ്ങൾക്ക് നൽകുന്നതിനായിട്ടുള്ള, അതായത് നിങ്ങൾ വെക്കണമെന്ന് പറയുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ അതായത് ഈ ഒരു രക്തം അതുപോലെ തന്നെ ശരീരദ്രവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലുള്ള കോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് രോഗങ്ങൾ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സിനേഷൻ, അത് പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സിനേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട്, അതായത് ആ ഒരു വാക്സിനേഷൻ ചെയ്യേണ്ടതായിട്ട് പറയുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സിനേഷൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തരെയും അനുസരിച്ച് ഏകദേശം 1-2 ഡോസൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എത്ര ഡോസാണ് നിങ്ങൾ വെക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ, അതായത് ഡോക്ടറെ കണ്ട ശേഷം മാത്രം ഈ ഒരു വാക്സിനേഷൻ ചെയ്താൽ മതിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ നേടാതെ ഇരിക്കേണ്ടതില്ല. അപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പിന്നീട് നൽകിയാൽ മതി. ചില കോളേജിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു വാക്സിനേഷൻ വെക്കാനുള്ള സൗകര്യം ലഭ്യമാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ വൈകുന്നേരം 3 മണിക്കുള്ളിലായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിഷന് വേണ്ട ഡോക്യുമെൻസും അതുപോലെ തന്നെ ഫീസിൻ്റെ ഡീറ്റെയിൽസും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷനായിട്ട് വേണ്ടത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതായത് പ്രോസ്പെക്ടസിൽ 29ാമത്തെ പേജിൽ ഏകദേശം പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ തെളിവായിട്ടുള്ള അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അടുത്തത് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല സ്പെഷ്യൽ റിസർവേഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് PD കോട്ടയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ജില്ലാ മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. 3 മാസ കാലാവധി കഴിയാതെ ഡോക്യുമെൻ്റ് ആയിരിക്കണം ഹാജരാക്കേണ്ടത്. അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികൾ, OEC വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ SCBC OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ അതിൽ ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡോക്ടർ ആ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അതിൻ്റെ ഫോമാറ്റ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്ത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ വാക്സിനേഷൻ ചില സ്ഥലങ്ങളിൽ ലഭ്യമല്ല, അതായത് വാക്സിൻ ലഭ്യമല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പിന്നീട് നൽകിയാൽ മതി. നിങ്ങൾ നിലവിൽ ഇപ്പോൾ പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഒരു 2 ഫോട്ടോ എടുക്കുക. കാരണം അത് നിങ്ങൾക്ക് ID കാർഡിലും മറ്റും ഒട്ടിക്കാനായിട്ട് അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ഫോട്ടോ എങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കോളേജിൽ നൽകുന്ന എല്ലാ ഡോക്യുമെൻസിൻ്റെയും കോപ്പി നിങ്ങളുടെ, അതായത് SSLCയോ +2ൻ്റെയോ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെയോ കോപ്പികൾ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ട് ഒരു 2 കോപ്പിയെങ്കിലും എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ കോളേജിൽ നിന്ന് മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഓരോ 1-2 ഫോട്ടോ കോപ്പികൾ നിങ്ങളുടെ കയ്യിലെടുത്ത് സൂക്ഷിച്ച് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബാലൻസ് ഫീസ്, അതായത് കോളേജിൽ ബാലൻസ് ആയിട്ട് എന്തെങ്കിലും പൈസ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ 25,500 രൂപയാണ് ഫീസ് ഇനത്തിൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ സമയത്ത് ഏകദേശം നിങ്ങൾ അടക്കേണ്ടി വരിക ഏകദേശം 32,500 രൂപയാണ്. ഫാർമസി കോഴ്സ് ആണെങ്കിൽ 40,000 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ വരുന്നതെങ്കിലും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഏകദേശം 50,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അന്വേഷിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു നാളെ വൈകുന്നേരത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു
ഫീസ് റീഫണ്ട്, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല, ഇനി അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ റീഫണ്ട് കിട്ടുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു റീഫണ്ട് എപ്പോഴാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. റീഫണ്ട് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷമായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഡിപ്ലോമയുടെ ഈ ഒരു വർഷത്തെ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷം പിന്നീട് യാതൊരുവിധ സീറ്റുകളിലേക്കും അലോട്ട്മെൻറ്റ് നടത്താനൊന്നും ഇല്ല എന്നുള്ളതിന് ശേഷം മാത്രമാണ് റീഫണ്ടിനായിട്ടുള്ള പ്രോസസ്സ് ആരംഭിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ റീഫണ്ടിനായിട്ട് എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഒരു വാട്സ് ന്യൂ എന്നുള്ള ഭാഗത്ത് തന്നെ റീഫണ്ടിനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം, ഇത്ര തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കാണിക്കും. അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകുക, സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. ജസ്റ്റ് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത ശേഷം, അതല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്ത പേജിൽ സൈഡിലായിട്ട് 3 ലൈൻസ് ഇതുപോലെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ്, അതായത് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ്, അതുപോലെ ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ 2 ലിങ്കുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തേത് പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ്, രണ്ടാമത്തേത് ഫീസിൻ്റെ ഒരു ലിങ്ക് ആയിരിക്കും. അപ്പോൾ ഫീ ഡീറ്റെയിൽസിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ പേയ്മെൻറ്റിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടച്ചിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു പേജിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേജ് സൈഡിലോട്ട്, അതായത് സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അവിടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് റീഫണ്ടിനായിട്ടുള്ള റിക്വസ്റ്റ് നൽകാനുള്ള റീഫണ്ട് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ആ ഒരു റീഫണ്ട് റിക്വസ്റ്റ് എന്നുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അതായത് 0 ബാലൻസ് ആവരുത്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും കറണ്ട് അക്കൗണ്ടോ മറ്റു കാര്യങ്ങളോ ആവരുത്. നിങ്ങളുടെ പേരിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേരിലുള്ളതായിട്ടുള്ള സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം നൽകേണ്ടത്. അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ആ ഒരു റെസിപ്റ്റ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സാധാരണയിൽ അഡ്മിഷൻ നേടാത്തത് കൊണ്ടാണ് റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ അഡ്മിഷൻ എടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകിയത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കെല്ലാം ഓക്കെ ആണെങ്കിൽ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെ സബ്മിറ്റ് റീഫണ്ടിനായിട്ട് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം, അതായത് 3 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടാതിരിക്കുന്നവർക്ക് റീഫണ്ട് കിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ ഒരു ഘട്ടങ്ങളിലൊക്കെ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരും. അങ്ങനെയുള്ള അലോട്ട്മെൻറ്റിലൊന്നും പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റീഫണ്ട് തുക നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരും. എന്നാൽ അക്കൗണ്ടിലേക്ക് വരാനായിട്ട് കുറച്ച് താമസമെടുക്കും, അത് കാലതാമസം എടുക്കും എന്നുള്ളത് മാത്രമാണുള്ളൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അത് റീഫണ്ടായിട്ട് വരിക. അത് നിങ്ങൾ നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് റീഫണ്ട് വരിക. സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ അധികമായിട്ട് പൈസ അടച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് റീഫണ്ടിനായിട്ടുള്ള റീസൺ നിങ്ങൾ അധികമായിട്ട് പൈസ അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികമായിട്ട് അടച്ച പൈസ കൂടി, അത് അങ്ങനെ അഡ്മിഷൻ നേടിയിട്ട് അതായത് അധികമായിട്ട് അടച്ചിട്ടുണ്ടായിരുന്ന പൈസ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീഫണ്ടിനത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഡിപ്ലോമ ക്ലാസ്സുകൾ ഏകദേശം ഡിസംബർ അല്ല, ഈ ഒരു ജനുവരി പകുതിയോടെ തന്നെ ആരംഭിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.